ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് നമ്മുടെ ബർത്ത്ഡേയുടെ പിറ്റേന്ന് ദിവസം എടുത്തൊരു കുട്ടി വ്ളോഗാണ്. അപ്പോൾ അന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഗസ്റ്റ് ഉണ്ടായിരുന്നു. വേറെ ആരുമല്ല, നമ്മുടെ മാമൻ്റെ മോളായ പൊന്നുമാണ്. അവളുടെ കല്യാണം ഓൾറെഡി ഡിസംബറിൽ കഴിഞ്ഞതാണ്. അപ്പോൾ നമ്മൾ അവരെ വിരുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പാറുവാണെന്നുണ്ടെങ്കിലും ജോലിയുടെ ഷിഫ്റ്റിങ് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് എല്ലാവരും ഹറിബറി ആയിരുന്നു. നമുക്ക് ടൈം ഉള്ളപ്പോൾ അവർക്ക് ടൈം ഉണ്ടാവില്ല, അവർക്ക് ടൈം ഉണ്ടാകുമ്പോൾ നമുക്ക് ടൈം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഒട്ടും വൈകിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവരോട് ഒരു ഇട ദിവസം കണ്ടിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അവർ തിങ്കളാഴ്ച വൈകുന്നേരം വർക്ക് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടാണ് വന്നത്. അങ്ങനെ അവർ വന്നതിന് ശേഷം നമ്മൾ ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഇതേ പുറത്തോട്ടൊന്ന് ഇറങ്ങിയതാണ്. അങ്ങനെ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. നമ്മുടെ സ്ഥിരം പരിപാടി, നമ്മുടെ കലാപരിപാടിയിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ആരെങ്കിലുമൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ വൈബുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ കേട്ടോ, ഇവിടെ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. പിന്നെ അർജുനാണെന്നുണ്ടെങ്കിലും, അതായത് അവളുടെ ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിലും, നമ്മൾ ആദ്യമായിട്ടാണ് കല്യാണത്തിനും കാര്യങ്ങൾക്കൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കമ്പനി കൂടുന്നത്. ഒരു ആദ്യമായിട്ട് കാണുന്ന ഒരാളെ പോലെ തോന്നിയില്ല. ശരിക്കും അവൾക്ക് പറ്റിയ ഒരാൾ തന്നെയാണ്. അവൾ നല്ലോണം കമ്പനിയാണ്, നല്ല അറ്റാച്ച്ഡ് ആണ്. അതുപോലത്തെ ഒരു ചെക്കൻ തന്നെയാണ് അവനും. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ ചില്ലൊക്കെ അടിച്ചിട്ട് ഓരോ സ്മോളൊക്കെ അടിച്ചിട്ട് അങ്ങനെ ആ ഒരു ടൈം അങ്ങോട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും കുറേ നാൾക്ക് ശേഷമാട്ടോ ഇങ്ങനെ നല്ലൊരു ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അമ്മയാണെങ്കിലും ചേച്ചിയാണെങ്കിലും ചേട്ടനൊക്കെ ആണെങ്കിലും. കാരണം നമ്മൾക്കിങ്ങനെ എപ്പോഴും സ്ട്രെസ്ഫുള്ളായിട്ട് ഓരോ ചിന്തകളിൽ നടന്നിട്ട് ഇതുപോലെയൊക്കെ ഒരു ഒക്കേഷൻ കിട്ടുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ്. ഓൾസോ മൈൻഡ് ഭയങ്കര റിലാക്സ്ഡ് ആണ്. അന്ന് നമ്മൾ അടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ അത്യാവശ്യം നല്ല രീതിക്ക് നല്ലൊരു ഇടിവെട്ട് മഴ തന്നെ പെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു മഴയ്ക്ക് തന്നെ നമ്മുടെ പതിവ് പോലെ നമ്മുടെ കറണ്ടും അങ്ങോട്ട് പോയി. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ജസ്റ്റ് ചെറിയൊരു ഡ്രൈവ് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വണ്ടി എടുത്തിട്ട് പുറത്തേക്കും പോയിട്ടുണ്ടായിരുന്നു. ബസ്സാ ബസ് ബലൂണാ കേക്കണില്ല.